ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. സ്നേഹവും കടപ്പാടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. ഇപ്പം ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങാതെ വെച്ചിട്ട് ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും പിള്ളേരുമായിട്ടൊക്കെ വിളിക്കുകയും സംസാരമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട്. എയർപോർട്ടിലോട്ട് പോകുമ്പോൾ ഇത്രയും ദിവസങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ എന്താണ്? ഞാൻ വിചാരിച്ചിരുന്നതിനെക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. കാരണം ഞാൻ അത്രയും കുറേ പേരുടെ മെസ്സേജും കുറേ പേരുടെ കോളും കുറേ വീഡിയോസും അതൊക്കെ കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ്. ജാസ്മിൻ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് പ്രതീക്ഷിച്ച കുറെ പ്രേക്ഷകരുണ്ടല്ലോ, അവര് ഫാൻസ് എന്നോ ഇല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ, അപ്പൊ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാൻ അതിൻ്റെ അകത്തായിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല. കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല. ഇത് പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കുറേ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കുറേ മെസ്സേജസ് ആയാലും ഞാനിങ്ങനെ കാണുന്നത്. അപ്പം അവരെന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ പറച്ചോന്റെ രീതി എന്തായാലും കിട്ടിയതിൽ ഞാൻ വളരെ ഹാപ്പി. പുറത്തുള്ള പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസ് ഈ തവണ കൊണ്ടുപോയത് ജാസ്മിൻ എന്ന ഒരാളുടെ കണ്ടന്റ് മൊത്തം പോയത് ജാസ്മിൻ എന്നുള്ള രീതിയിലായിരുന്നു പോയത്. അപ്പോ ജാസ്മിന് ഇപ്പോ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാസ്മിന് എന്താ തോന്നുന്നത്? ആ ഒരു ഫീൽ എന്താണ്? ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കൊടുക്കണമെന്നും പറഞ്ഞാൽ ഞാനൊന്നും പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാണോ ഞാൻ അത് തന്നെയാണ് ഞാൻ അവിടെ നിന്നിട്ടുള്ളത്. അല്ലാതെ പ്രത്യേകിച്ചായിട്ടൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ലപ്പോ ഈ ജാസ്മിൻ ആണെങ്കിൽ ഫൈനൽ 5 ഒരു ഒറ്റ ലേഡി വരുന്നു, അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞ ഒരു പ്രൗഡ് മൊമെന്റ് അല്ലേ? അത് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. ആ പ്രൗഡ് മൊമെന്റ് ഒന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ്, ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് 5 വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ഒരുപാട് സ്നേഹവും നന്ദിയാണ്. എനിക്ക് ഇതായി ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു റസ്മിനായിട്ടുള്ളൊരു